ഹായ്. അന്ന് നമ്മൾ പറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ തിരിച്ചെടുത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചൊന്ന് റീഅറേഞ്ച്മെൻറ്റ്സും ക്ലീനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്ത് കുറേ റിയോ പ്ലാന്റ്സ് കുറേ നാളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഒരു 4 പോട്ട്സിലുണ്ട്. അതിപ്പോൾ ഒരുപാട് അങ്ങ് വളർന്ന് വലിയൊരു ഭംഗിയില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വേറെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ചെയ്യുന്ന ഈ പണി എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന പണിയേ അല്ല കേട്ടോ. നമ്മൾ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മുടെ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചെയ്യുമല്ലോ. ഓരോ പണികൾ അങ്ങനെ വന്നു കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മതിലൊന്ന് പെയിൻറ്റും കൂടിയൊക്കെ അടിച്ചെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനല്ലേ. മുന്നേ ഒരു കമൻറ്റ് സെക്ഷനിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യം എന്തായാലും ഇല്ല കേട്ടോ. പെയിൻ്റ് ഒന്നും നമ്മുടെ അടുത്തില്ല. കുറച്ച് പെയിൻറ്റ് മേടിച്ച് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് ചെയ്താലോ എന്നുള്ള ആലോചനയിലാണേ. അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഇപ്പം എന്തായാലും ഈ റിയോ പ്ലാന്റ്സിനെ എല്ലാം അതിനകത്തുനിന്ന് ഇളക്കി മാറ്റണം. ആ പോട്ട്സിനകത്തുനിന്ന് ഇളക്കി മാറ്റണേ. അത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്തുനിന്ന് ഞാൻ കരിഞ്ഞ ലീവ്സ് എല്ലാം എടുത്ത് കളയുന്നുണ്ടേ. നമ്മൾ ഓരോ കാര്യം കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത് ഈസിയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. അത് തന്നെ ഞാൻ കുറേ ടൈം എടുത്ത് ചെയ്ത പണിയാണേ. ചെയ്തു തുടങ്ങിയപ്പോൾ ഞാനും കരുതിയത് പെട്ടെന്ന് ഇപ്പോൾ അങ്ങ് തീരും, ഒരുപാട് പണികൾ ചെയ്ത് തീർക്കണമെന്നാണ് കരുതിയത്. പക്ഷേ ടൈം പോകുന്നത് അറിയേയില്ല കേട്ടോ. ഇതെല്ലാം ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം സമയവും ക്ഷമയും വേണം. അതുപോലെ അങ്ങനെ ക്ഷമയോട് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാസ്ക്കറ്റ് നിറച്ചും റിയോ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടേ. ഇത് വേറെ എവിടെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും പണികൾ ബാക്കിയുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ ഈ പോട്ട്സ് നമുക്ക് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചൈനീസ് ബോൾസോ വിങ്കയൊക്കെ പ്ലാൻ ചെയ്യണം ഇനി. അങ്ങനെ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പൈപ്പിൻ്റെ താഴ്ഭാഗത്താണേ. അതിനായിട്ട് ഇനിയിപ്പോൾ ഈ പൈപ്പ് ഒന്ന് പെയിൻറ്റും കൂടി അടിച്ചിട്ട് അങ്ങ് വെക്കാമെന്ന് വെച്ചിട്ടാണേ. ഈ പെയിൻറ്റ് ഒരു വുഡിൽ കൊടുക്കാനായിട്ട് ഞാൻ മുന്നേ മേടിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് പൈപ്പിനകത്ത് അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതിന് പിന്നെ ഡൈല്യൂട്ട് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ മുന്നേ പോട്ടിനൊക്കെ അടിച്ചപ്പോൾ മണ്ണെണ്ണയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടിച്ചത്. ഇന്നിപ്പോൾ എന്തായാലും ഡയറക്റ്റ് ബോട്ടിലിൽ നിന്ന് എടുത്തങ്ങ് അടിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് അടിക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടല്ല കേട്ടോ. കാലും നടുവൊക്കെ വേദന എടുക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ തുടങ്ങിയ കാര്യം അങ്ങ് തീർത്തല്ലേ പറ്റുള്ളൂ. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. മോനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പം കൂടിയേനെ കേട്ടോ. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. വെക്കേഷൻ ആയതുകൊണ്ട് മോൻ ഉമ്മാടെ അടുത്താണ്. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഞാനും ഹാപ്പിയാണ്. അപ്പോൾ കൂടെ ഒരാളുള്ളപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഇനി റിയോ പ്ലാന്റ്സിനെ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ ബാക്കി കുറച്ച് പണികളും കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വേറൊന്നും ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മോനും വന്നിട്ടുണ്ടേ. ഇതിന് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഈ റിയോ പ്ലാന്റ്സ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവരവിടെ ഫ്രീ ആയിട്ട് അങ്ങ് വളർന്നോളും. ഈ റിയോ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു തൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഇത് ഒരുപാടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും വീടുകളിലെല്ലാം ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ മോനും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അവനും ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഞാനും വിചാരിക്കും അങ്ങനെ ചെയ്യുന്ന ഇപ്പോഴേ അതൊക്കെ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അവരും ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങുമല്ലോ. എന്നാലും ഇടയ്ക്കൊക്കെ പറയാറുണ്ട് കേട്ടോ, ഈ ഉമ്മി എല്ലായിടത്തും ചെടി വെച്ചേക്കാണ്, ഇത്രയും ചെടി വേണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്നാലും മാക്സിമം അവനും ആ ഒരു ചെടി സ്നേഹം കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇതിനിപ്പോൾ അവിടെ രണ്ടുപേരും കൂടെ അടിയാവും. അതാണ് നടക്കാൻ പോകുന്നത്. കാരണം ഞാൻ വെക്കുന്നിടത്ത് തന്നെ അവനും വെക്കണം. അപ്പോൾ എനിക്ക് അവൻ വെക്കുന്നത് അങ്ങോട്ട് ശരിയാകുന്നതും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ നീ അവിടെ ഇരുന്ന് നട്ട് കൊടുക്ക്, ഞാൻ ഇവിടെ വീഡിയോ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് സമയം മാറി നിന്ന് കൊടുത്തേ കേട്ടോ. പാവമല്ലേ, എന്തായാലും കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടേ. പിന്നെ എന്തായാലും ഞങ്ങൾ രണ്ടും കൂടെ കൂടി ഒരുവിധം എല്ലാം നട്ടെടുത്തിട്ടുണ്ട്. അവനും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് സമയം എനിക്ക് അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല കേട്ടോ. കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. അവിടെ ഫുള്ള് കല്ലായിരുന്നു. പിന്നെ അത് ഞങ്ങൾ പറക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാൻ പുള്ളിക്കാരൻ മിടുക്കനാണ്. പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ കല്ലൊക്കെ എടുത്ത് മാറ്റി തരും കേട്ടോ. ആ ഗ്രീൻ നെറ്റ് കെട്ടിയിരിക്കുന്നത് ഞങ്ങളുടേതല്ല, അപ്പുറത്തെ അയ്യത്ത് അവർ അവിടെ കൃഷി ചെയ്യുമ്പോൾ വേറെ മൃഗങ്ങളുടെ ഒന്നും പന്നികളുടെ ഒന്നും ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ വഴിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ റിയോ പ്ലാന്റ്സ് അവിടെ ഫ്രീ ആയിട്ട് വളരുകയും ചെയ്യും. നമുക്ക് പോട്ട്സിൻ്റെ ആവശ്യകതയും വരുന്നില്ല. അന്നിങ്ങനെ ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമെന്ന് കരുതി 4-5 പോട്ട്സിൽ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ.
പിന്നെ കുറേ നാൾ നമ്മൾ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ആദ്യം നമുക്ക് ചെയ്ത് കുറച്ച് നാൾ കണ്ടു കഴിയുമ്പം അതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് തോന്നും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കുള്ള സ്പേസിൽ അധികം എക്സ്പെൻസ് ഇല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.